കലാപകലുഷിതമായ അയൽരാജ്യമായ ബംഗ്ലാദേശിലേക്കാണ് ഇനി പോകുന്നത്. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവാകാൻ നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനിസ് സമ്മതം അറിയിച്ചു. അതേസമയം ബംഗ്ലാദേശിൽ നിന്നും പലായനം ചെയ്ത ഷെയ്ഖ് ഹസീനയുടെ വിസ അമേരിക്ക റദ്ദാക്കി. UK-യിൽ അഭയം തേടുന്നതിൽ അവ്യക്തത തുടരുന്നതിനിടെയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് മറ്റൊരു തിരിച്ചടി കൂടി ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിനയ രാജ് നൽകും. വിനയ, ഷെയ്ഖ് ഹസീനയുടെ തുടർ നീക്കങ്ങൾ എന്താണ്? ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസ് ഇടക്കാല സർക്കാരിന്റെ തലവനായി വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം? ലിബീഷ്, എന്തായാലും ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ ബംഗ്ലാദേശിൽ ഇപ്പോഴും ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുകയാണ്. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവാകാൻ അല്ലെങ്കിൽ നോബൽ ജേതാവായിട്ടുള്ള മുഹമ്മദ് യൂനിസ് സമ്മതം അറിയിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച്. വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യപ്രകാരമാണ് മുഹമ്മദ് യൂനിസിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ അദ്ദേഹം ചികിത്സാർത്ഥം പാരീസിലാണുള്ളത്. ഉടനെ തന്നെ അദ്ദേഹം ബംഗ്ലാദേശിൽ എത്തുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച്. കൂടാതെ തന്നെ ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റ് ബംഗ്ലാദേശിൽ പിരിച്ചുവിട്ടിരുന്നു. പാർലമെന്റ് പിരിച്ചുവിട്ട ബംഗ്ലാദേശിലെ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് ഷഹാബുദ്ദീൻ ഷെയ്ഖ് ഹസീനയുടെ മുഖ്യ എതിരാളിയായിട്ടുള്ള ബീഗം ഖാലിദാസയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയും കൂടാതെ നാഷണലിസ്റ്റ് പാർട്ടി നേതാവുമാണ് ഈ ബീഗം ഖാലിദ. കൂടാതെ ഇടക്കാല സർക്കാർ രൂപീകരണ ചർച്ചകളെല്ലാം തന്നെ ബംഗ്ലാദേശിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള കലാപങ്ങളായിരുന്നു അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളായിരുന്നു ബംഗ്ലാദേശിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഈ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും കൂടാതെ രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികളും സൈനിക നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ പാർലമെന്റ് പിരിച്ചുവിട്ടുകൊണ്ട് ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നത്. ഈ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്തരത്തിൽ മുഹമ്മദ് യൂനിസിനെ രാഷ്ട്രീയ ഉപദേഷ്ടാവായി തിരഞ്ഞെടുക്കണം എന്നത്. കൂടാതെ ഇതിനിടെ രാജ്യത്ത് ബംഗ്ലാദേശിൽ പോലീസ് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരും സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അതിന് ക്ഷമാപണവും പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുണ്ട്. ഇനി ബംഗാളിലേക്ക് പോവുകയാണെങ്കിൽ, ഇനി ഷെയ്ഖ് ഹസീനയിലേക്ക് പോവുകയാണെങ്കിൽ തിരിച്ചടിക്കുമേൽ തിരിച്ചടി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദം രാജിവെച്ചതിന് ശേഷം പലായനം ചെയ്ത ഷെയ്ഖ് ഹസീനയുടെ വിസ ഇപ്പോൾ അമേരിക്കയും റദ്ദാക്കിയിരിക്കുകയാണ്. ഈ UK-യിൽ രാഷ്ട്രീയ അഭയം നേടുന്നതിൽ ഒരു അനിശ്ചിതത്വം നേരിടുകയാണ്. അല്ലെങ്കിൽ ഈ ഒരു അവ്യക്തത തുടരുന്നതിനിടെയാണ് ഈ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ഒരു വിസ റദ്ദാക്കിയിരിക്കുന്നത്. കൂടാതെ ഈ അമേരിക്ക അടക്കം വിവിധ രാജ്യങ്ങളിൽ ഇത്തരത്തിൽ ഷെയ്ഖ് ഹസീനയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും പുറത്താക്കുന്നതിൽ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ആദ്യം ഈ UK-യിൽ നിന്നും ബ്രിട്ടനിലാണ് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ അഭയം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബ്രിട്ടന്റെ ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ള ഒരു പിന്തുണയ്ക്കുന്ന റിപ്പോർട്ടുകളായിരുന്നില്ല പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിനോട് വക്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, യുകെയിലെ ആഭ്യന്തര വകുപ്പ് വക്താവ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്, ആദ്യം എത്തിയ സുരക്ഷിതമായ രാജ്യം ഏതാണോ അവിടെ തന്നെ താമസിക്കുന്നതാണ് നല്ലത് എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. ഒരു ഇംഗ്ലീഷ് മാധ്യമത്തോടായിരുന്നു ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ബ്രിട്ടന്റെ ഭാഗത്ത് നിന്നും ഒരു അറിയിപ്പ് ലഭിക്കുന്നത് വരെ ഇന്ത്യയിൽ തന്നെ തുടരാമെന്ന് കേന്ദ്രവും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഷെയ്ഖ് ഹസീനയെ പിന്തുണച്ചുകൊണ്ട് പാർലമെന്റിൽ അടക്കം ഈ വാദങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ ബംഗ്ലാദേശിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇന്നലെ പാർലമെന്റിലും വിദേശകാര്യ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ബ്രിട്ടനിൽ നിന്ന് ഒരു അറിവ് ലഭിക്കുന്നത് വരെ, അല്ലെങ്കിൽ ബ്രിട്ടന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രതികരണം ലഭിക്കുന്നത് വരെ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിൽ തുടരാം. ലിബീഷ്. ശരി വിനയ.